എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് പലരും നമ്മളെ വിമർശിക്കുന്നത്, പലരും നമ്മളെ കളിയാക്കുന്നത്? എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ 407 വിളിച്ചിട്ട് കുറച്ച് ഫ്ലെക്സ്, കുറച്ച് ബോക്സുകൾ അടക്കിയിട്ട് ഡീജ വെച്ചുകൊണ്ട് പാട്ടിട്ടുകൊണ്ട് നട റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് സ്നേഹമല്ലടാ, അതൊരിക്കലും സ്നേഹമല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ റോഡിൽ ദഫ് കളിയാണ്, റോഡിൽ ദഫ് കളിയാണ്. നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ആ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമ്മത്തി അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യമാ ചെറുപ്പക്കാരാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അന്ന് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ ബോക്സ് അടുക്കി വെച്ച് ദഫ് കളിക്കുന്നത്, നട റോഡിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നത് ഒരിക്കലും നബിയോടുള്ള മഹബ്ബത്തല്ലടാ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടുന്ന കാര്യമാ. അത് നബിതങ്ങളുടെ ശാപം കിട്ടുന്നതാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, പലരും നമ്മളെ കളിയാക്കുകയാണ്, പലരും നമ്മളെ പരിഹസിക്കുകയാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. നബിയോടുള്ള മഹബത്ത് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ലടോ. നബിദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം, ജന്മദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം. ഒരിക്കലും ഖുർആൻ ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഹദീസുകൾ പറഞ്ഞിട്ടില്ല. ആഘോഷിക്കണം ചെറുപ്പക്കാരാ. എങ്ങനെ ആഘോഷിക്കണമെന്നറിയോ? എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ഹറാമു ചെയ്യല്ലേ, ഹറാമു ചെയ്യല്ലേ, കറാഹത്ത് പോലും ചെയ്യരുത്. അത്ര